ഒരു 8 മിനിറ്റ് ആക്കണമെന്ന് മാത്രമേ എൻ്റെ മനസ്സിൽ ഇപ്പോൾ കിട്ടുന്നുള്ളൂ. കാരണം ഒരുപാട് സംഭവങ്ങൾ പറയാൻ എനിക്കറിയില്ല. ഞാൻ അത്ര വലിയൊരു വ്ളോഗറും അല്ല, നിങ്ങൾക്കറിയാം. അത്ര വലിയൊരു സംഭവമായിട്ടൊന്നും എന്നെ ആരും കണ്ടിട്ടില്ല എന്നും എനിക്കറിയാം. പക്ഷെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ എല്ലാവരും ഇത് മുഴുവനായിട്ടും കണ്ടിട്ട് അതിൻ്റെ പരസ്യങ്ങൾ വരുമ്പോൾ, ഓരോ പരസ്യങ്ങൾ വരുമ്പോഴും സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് ദയവായി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഇതിൽ കാണുന്ന ഓരോ വ്യൂസിനും എനിക്ക് എൻ്റെ ചാനലിൻ്റെ പൈസ എൻ്റെ അക്കൗണ്ടിൽ എത്തണമെന്ന് ഞാൻ പറയുന്നില്ല. ഓരോ ഡോളർ എത്ര വന്നിച്ചെങ്കിലും ഞാൻ കടം മേടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഞാൻ ഇവരെ മുമ്പിൽ സാക്ഷി വെച്ചിട്ട് ഞാൻ പറയാണ്, ഞാൻ ഇവർക്ക് വിട്ടുകൊടുക്കുന്ന എൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഇട്ടുതരും. അസ്സലാമു അലൈക്കും പ്രിയ സുഹൃത്തുക്കളെ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വന്നതല്ല ഈ ഒരു വീഡിയോയിൽ. ഇന്ന് ഇമ്രാൻ്റെ ഉപ്പാൻ്റെ അടുത്ത് ഞങ്ങളുണ്ട്. ഞങ്ങൾ പൊന്നുമോൻ്റെ വീട്ടിലാണ് ഞങ്ങൾ ഇന്നുള്ളത്. നൗഫലുണ്ട്, പ്രിയ സുഹൃത്ത് ഷാനുണ്ട്, സഫ്വാനുണ്ട്, അതുപോലെ ഇമ്രാൻ്റെ ഉപ്പ ഫാദർ ആരിഫ്ക്ക് ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പരമാവധി സഹായം ചെയ്യുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. 18 കോടി കണ്ണൂരിലെ പൊന്നുമോൻ മുഹമ്മദിന് നമ്മളെല്ലാവരും കൈകോർത്തെങ്കിൽ ഇതും നമ്മുടെ ഒരു മോനെ. സുഹൃത്തുക്കളെ, അപ്പോൾ ബാങ്ക് കൊടുത്തപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മുടെ ഇമ്രാൻ മോനെ നമ്മൾ എങ്ങനെയെങ്കിലും തിരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും നമുക്ക് അത്യാവശ്യമാണ്. കാരണം ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്, പക്ഷേ എന്നും എവിടെയും എത്താത്ത പോലെയാണ്. ഒരു സംഖ്യ എന്ന് പറയാൻ കഴിയാത്തത് കൊണ്ടാണ് എങ്ങനെയെങ്കിലും എല്ലാവരും പെട്ടെന്ന് അത്രയും വേഗം നിങ്ങളെ കൊണ്ട് കഴിയുന്നത് എത്ര രൂപയാണെന്നുണ്ടെങ്കിലും അത് ഇതിൽ ഞാൻ അക്കൗണ്ട് നമ്പർ കാണിക്കുന്നുണ്ട്. ഒരുപാട് ഫേക്ക് അക്കൗണ്ട് നമ്പറുകളെല്ലാം കാണുന്നുണ്ട്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സമയത്ത് ഞാൻ ഇത്ര ശബ്ദത്തിൽ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ ഇന്ന് വരെ ഒരു വീഡിയോ ഇട്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമുക്കൊക്കെ സഹായിക്കാനുള്ളൊരു മനസ്സുണ്ട്. ഈ ഉമ്രാൻ്റെ ഉപ്പ എത്ര ആഗ്രഹം ഉണ്ടാവും ഒരു മകൻ്റെ ഒരു കളിച്ചിരി കണ്ട ആ സമയമാണ് ഈ ഒരു സമയം. എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് എൻ്റെ വിഷമം, അല്ലെങ്കിൽ ഞങ്ങളും വിഷമം, അല്ലെങ്കിൽ എല്ലാവരും ലോകം മലയാളികളുടെ വിഷമം മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം നമ്മളെ കൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ പൈസ കൊണ്ട് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ മനസ്സിൽ തൊട്ട് പറയാണ്, ഞാൻ 18 കോടിയിലേക്ക് ഞാൻ എൻ്റെ 4 മാസത്തെ ആ ഒരു പിന്തുണ കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മൊത്തം കൊടുത്താളാണ് ഞാൻ 7800. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിന് എനിക്ക് മുന്നിട്ട് ഇറങ്ങാൻ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇതിൽ കാണുന്ന ഓരോ വ്യൂസിനും എനിക്ക് എൻ്റെ ചാനലിൻ്റെ പൈസ എൻ്റെ അക്കൗണ്ടിൽ എത്തണമെന്ന് ഞാൻ പറയുന്നില്ല. ഓരോ ഡോളർ എത്ര വന്നിച്ചെങ്കിലും ഞാൻ കടം മേടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഞാൻ ഇവരെ മുമ്പിൽ സാക്ഷി വെച്ചിട്ട് ഞാൻ പറയാണ്, ഞാൻ ഇവർക്ക് വിട്ടുകൊടുക്കുന്ന എൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഇട്ടുതരും. ഒരുപാട് ആൾക്കാരുണ്ട് നൗഫലെ. അപ്പം എന്താ പറയുക, എല്ലാവരും മാക്സിമം ഇമ്രാൻ മോന് വേണ്ടിയിട്ട് മാക്സിമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെയും കൊണ്ട് പറ്റണത് പറഞ്ഞാൽ എന്തായാലും ചെയ്യണം. ഒരു തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തുള്ളി പെരുവെള്ളം, അങ്ങനെയാണ്. അപ്പം മാക്സിമം നമ്മളെന്താ വെച്ചാൽ അപേക്ഷിക്കുകയാണ്. എല്ലാവരും സഹായിക്കുക, അത്രേ പറയാനുള്ളൂ. അതുപോലെ തന്നെ ആ കുട്ടിക്കും ചിരിച്ച് കളിച്ച് നടക്കാനും നല്ലൊരു പൂതി ഉണ്ടാവും. ഇപ്പം സങ്കടപ്പെട്ടിട്ട് ഇന്നലെ ഉറങ്ങിയിട്ടില്ല എന്നൊക്കെ പറയുന്നത്. ഇത്രക്കും വിഷമം കൊണ്ടേ ഇരിക്കണേ. അപ്പം അതിനുമാതിരി എല്ലാവരും സഹായിക്കാൻ പറ്റുന്ന പോലെ സഹായിക്കുക. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് എങ്ങനെയും ഈ വീഡിയോ ഒരു 8 മിനിറ്റ് ആക്കാനുള്ള വളരെയധികം പ്രയത്നത്തിലാണ് ഞാൻ. കാരണം എന്താ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു ക്യാഷ് ഇത് വന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് മുഴുവനും സ്കിപ്പ് ചെയ്യാതെ അതിൻ്റെ പരസ്യം, ഇനി എൻ്റെ ശബ്ദം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ശബ്ദം നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തോളൂ, കുഴപ്പമില്ല. എങ്കിലും ആ ഫോണ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചാൽ മതി. കാരണം ആ പരസ്യങ്ങൾ മുഴുവൻ കാണുമ്പോൾ അതിൻ്റെ ഓരോ ക്യാഷും ഓരോ പൈസ ഡോളർ നമുക്ക് കിട്ടുമ്പോൾ അതൊക്കെ നമുക്ക് ഈ കുട്ടിയിലേക്ക് നമുക്ക് ചെലവഴിക്കാൻ കഴിയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കൊണ്ടും നിങ്ങളെ കൊണ്ടും ഒരിക്കലും ചിലപ്പോൾ 18 കോടി മുഴുവൻ ഒരൊറ്റടിക്കുള്ള തുക എടുക്കാൻ നമ്മളെ കൊണ്ട് ആരോടും കഴിയില്ല എന്ന് വരാം. പക്ഷെ നമ്മളെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ലോകത്ത് ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്, അവരെ പല വ്ളോഗേഴ്സും നമുക്ക് കാണാൻ ഒരുപാട് ഇഷ്ടമാണ് അല്ലേ. പക്ഷെ ഇങ്ങനത്തെ വീഡിയോ കാണാൻ ചിലപ്പോൾ ഒരു ഇഷ്ടമില്ലാത്തവരുണ്ടാവും. പക്ഷേ എന്തായാലും ഇതൊന്ന് കണ്ടിരിക്കണത് എൻ്റെ പ്രത്യേക അഭ്യർത്ഥനയാണ്. കാരണം എന്തെങ്കിലും നമുക്കതിൽ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവർക്ക് കൊടുക്കാൻ കഴിയും. കാരണം ഇപ്പോൾ കുട്ടി മെഡിക്കൽ കോളേജിലാണ് അല്ലേ. എത്ര ദിവസമായി? 3.5 മാസത്തോളമായി മെഡിക്കൽ കോളേജിലായിട്ട്. ഉമ്മയൊക്കെ അവിടെയാണല്ലേ. 3.5 മാസത്തോളം മെഡിക്കൽ കോളേജിലാണ്. എനിക്ക് എന്താണെന്ന് അറിയില്ല, പറയാൻ കിട്ടുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയെങ്കിലും ഒരു 8 മിനിറ്റ് ആക്കണമെന്ന് മാത്രമേ എൻ്റെ മനസ്സിൽ ഇപ്പോൾ കിട്ടുന്നുള്ളൂ. കാരണം ഒരുപാട് സംഭവങ്ങൾ പറയാൻ എനിക്കറിയില്ല. ഞാൻ അത്ര വലിയൊരു വ്ളോഗറും അല്ല, നിങ്ങൾക്കറിയാം. അത്ര വലിയൊരു സംഭവമായിട്ടൊന്നും എന്നെ ആരും കണ്ടിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ എല്ലാവരും ഇത് മുഴുവനായിട്ടും കണ്ടിട്ട്
അതിൻ്റെ പരസ്യങ്ങൾ വരുമ്പോൾ ഓരോ പരസ്യങ്ങൾ വരുമ്പോഴും സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് ദയവായി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഞാൻ ഇതിന് മുന്നേ കണ്ണൂരത്തെ കുട്ടിക്ക് വേണ്ടിയിട്ട് പറഞ്ഞായിരുന്നു എല്ലാവരും ഷെയർ ചെയ്യുന്ന പറഞ്ഞിട്ട് വീഡിയോ ഇട്ടു. കാരണം അത്രയും കണ്ണൂർക്ക് പറഞ്ഞപ്പോൾ ഒരു ലോക്ക്ഡൗൺ പരിമിതിച്ചിട്ട് നമുക്ക് പോകാൻ കഴിയൂല. ഇത് എൻ്റെ നാടാണ്, നാടെന്ന് പറയാൻ എൻ്റെ സുഹൃത്തും കൂടിയാണ്. അപ്പോൾ നാട്ടിൽ എന്തായാലും നമ്മൾ സുഹൃത്ത് എന്നുള്ള നിലയ്ക്കല്ല, ഒരു കുട്ടിയുടെ ജീവൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഇമ്രാൻമോൻ്റെ ഉപ്പയാണ് പേര് ആരിഫ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇന്നലെ പാണ്ടിക്കാട് നമ്മുടെ സുഹൃത്താണ്, ഓനും വന്നിരുന്ന്. അപ്പോൾ എന്താ പറയുക, ഈ പറയാൻ വാക്കുകളില്ല. നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട്, പ്രാർത്ഥന, പിന്തുണ എല്ലാം ഈ കുട്ടിക്ക് വേണ്ടി വേണം. കുട്ടിയുടെ ഇപ്പോൾ ഭയങ്കര എന്താ പറയുക, ഒരിക്കലും പിന്നെ ഇതിനെക്കുറിച്ച് ഒരുപാട് വ്യാജ വാർത്തകൾ വരുന്നുണ്ട്. എന്നോട് തന്നെ ഇന്നലെ കുറേ പേര് കമൻറ്റ് അയച്ചിട്ട് ചോദിച്ചു, അത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞു, എടാ ഇത് ശരി തന്നെയാവും, ഒരിക്കലും ഇത്രയും പത്രവാർത്ത. അപ്പോൾ നിങ്ങൾ വീട്ടിൽ പോയിട്ട് വീഡിയോ അടിക്കും. വീട്ടിൽ വന്നപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാരുടെ അയൽവക്കത്തെ എല്ലാവരും ഇത് ശരിയായൊരു വാർത്തയാണ്, വ്യാജ വാർത്ത ഒരിക്കലും അല്ല. ഒരു കുട്ടിയുടെ പേരിൽ ഒരിക്കലും ഒരു വ്യാജ വാർത്ത വരില്ല, അത് ആദ്യം മനസ്സിലാക്കി. അപ്പോൾ എന്തായാലും എന്താ പറയുക, എന്നെ സ്നേഹിക്കണ എൻ്റെ ഫാമിലി ഇതിലിപ്പോൾ കഷ്ടി നമ്മൾ ഒരു 70,000 സബ്സ്ക്രൈബർ ഉണ്ട്. 70,000 സബ്സ്ക്രൈബർ 10 രൂപ വെച്ചെടുത്താൽ തന്നെ 7 ലക്ഷം രൂപയായി. 10 രൂപയല്ല, നിങ്ങളെ കൊണ്ട് എത്ര കൊടുക്കാൻ പറ്റിച്ച അത്രയും വലിയൊരു കാര്യമാണ്. നമ്മൾ പല തുള്ളി പെരുവെള്ളം എന്നാണല്ലോ, ഇന്നേക്ക് കൊടുക്കാനുള്ളതാണ്. പക്ഷെ നമ്മൾ നാളെ കൊടുത്തിട്ട് കാര്യമല്ല. അപ്പം എന്താ പറയുക, എല്ലാവരും പരമാവധി ചെയ്യും, എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അഭ്യർത്ഥന ഉണ്ട്. ഫേക്ക് അക്കൗണ്ടുകൾ വരുന്നുണ്ട് അല്ലേ, ഒരുപാട് ഫേക്ക് അക്കൗണ്ട് വരുന്നുണ്ട്. അർഹതപ്പെട്ടവരുടെ കയ്യിലാണ് നമുക്ക് എത്തേണ്ടത്. അപ്പം ഇങ്ങനെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്ന ആൾക്കാർ ഒന്ന് ആലോചിക്കണം. അത് നിങ്ങൾക്കും നാളെ ഒരു ചിന്ത എല്ലാവർക്കും. ഫേക്ക് അക്കൗണ്ട് ഒരുപാട് വരുന്നുണ്ട്. എന്തായാലും ഇതിന്റെ യഥാർത്ഥ അക്കൗണ്ട് ഇവരെ മുന്നിൽ നിന്ന് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ പോസ്റ്റ് ആക്കാം. അതാണ് യഥാർത്ഥ അക്കൗണ്ട്. അപ്പോൾ അത് ഈ ഒരു വീഡിയോ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ എന്താ പറയുക, എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്, പരമാവധി ഷെയർ ചെയ്യുക. കുട്ടീനെ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. കളിയും ചീരയൊക്കെ നമുക്ക് കാണാൻ ആഗ്രഹമുണ്ട്. എന്തായാലും ആഗ്രഹിക്കാത്ത ഒരു സംഖ്യയിലേക്ക് എത്തണം. അപ്പോൾ ആ 18 കോടി നമ്മുടെ കയ്യിൽ, എല്ലാവരുടെ കയ്യിലുമാണ്. നിങ്ങളുടെ സഹകരണം ഉണ്ടെന്നുണ്ടെങ്കിൽ മക്കളെ നടക്കും. അപ്പോൾ എല്ലാവരോടും പറയണം, ആത്മാർത്ഥമായിട്ട് പറയണം, സഹായിക്കും. എന്താ അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഇമ്രാൻ മോൻ്റെ ഫാദറിൻ്റെ നാട്ടുകാരാണ്, ഫ്രണ്ട്സാണ്, എല്ലാവരും ആണല്ലേ. ഈ ഒരു അവസരത്തിൽ പിന്നെ എനിക്ക് അവരോട് ഉപ്പ ആരിഫ് ഖാനോട് എനിക്ക് കൂടുതൽ ചോദ്യങ്ങളും അതുപോലെ ഇതിനെക്കുറിച്ച് ചോദിക്കാനൊന്നും എനിക്ക് കഴിയണില്ല. കാരണം അദ്ദേഹത്തിന് ഒരുപാട് ആൾ തളർന്ന് നിൽക്കണേ, സത്യം പറയാൻ സങ്കടം വരുന്നുണ്ട്. കാരണം ആൾ തളർന്ന് നിൽക്കണേ, എണീറ്റ് നിൽക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഞങ്ങൾ എടുക്കൽ കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കാല്ലേ എന്ന് പറയണം. അത് അത്രയും എന്താ പറയുക, എന്നാലും ഉറങ്ങിയിട്ടില്ല എന്ന് പറയാനുള്ള കാരണം അവിടെ ആയിരുന്നു, ഹോസ്പിറ്റലിലായിരുന്നു, വീട്ടിൽ തന്നെ ആയിരുന്നു. ഫോൺ വിളിച്ചു. അപ്പോൾ കുറേ ആൾക്കാർ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ കാരണം അവിടെ ടയർഡാണ്. 4 സൈഡിൽ ഉറങ്ങിയിട്ടില്ല എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അദ്ദേഹത്തിന് വിഷമം ഭയങ്കര എന്താ പറയുക, നമുക്കൊക്കെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ, പക്ഷെ വന്നാൽ അതിൻ്റെ നമുക്കൊരു അറിയാൻ പറ്റുള്ളൂ. കാരണം അതൊന്നും ഒരിക്കലും വരാതിരിക്കട്ടെ. ഒരുപാട് ആൾക്കാർ നമുക്ക് ഇവിടെ വരുന്നുണ്ട്, എന്തിന് നമുക്ക് വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. എന്താണ് സംഭവം അവരൊക്കെ പറയണത്? എല്ലാവരും എല്ലാ പിന്തുണയും സഹകരണവും വലിയ ആൾക്കാർ ആരെങ്കിലും വന്നായിരുന്നോ? സ്ഥലം MLA, അതായത് പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം, മങ്കട MLA മന്നളം കുയ്യാലി, പഞ്ചായത്ത് പ്രസിഡന്റ് സൈദ ടീച്ചർ, അതേപോലെ റഷീദ് അലി, പിന്നെ ഇവിടെ വാർഡ് മെമ്പർ, 4ാം വാർഡ് മെമ്പർ വായിദ വാപ്പുട്ടി, ഇവരെല്ലാവരും വന്നു. ആരെങ്കിലും കൂടുതൽ ഡൊണേഷൻ എന്തെങ്കിലും അത് ഇതുവരായിട്ടും പറഞ്ഞിട്ടില്ല. അതിന്റെ കാര്യങ്ങളൊക്കെ യൂസഫ് അലിക്ക് അങ്ങനെ ആരെങ്കിലും ഒക്കെ ബന്ധപ്പെട്ടായിരുന്നു? ആരും ബന്ധപ്പെട്ടിട്ടില്ല. ബന്ധപ്പെടാൻ നോക്കുന്നുണ്ടോ, ശ്രമിക്കുന്നുണ്ടോ? എല്ലാ മീഡിയയിലും നമ്മളിപ്പോൾ ന്യൂസ് വന്നിട്ടുണ്ട്. ഏഷ്യാനെറ്റ് 24 ഉൾപ്പെടെ എല്ലാ വലിയ മീഡിയകളിലൊക്കെ വന്നിട്ടുണ്ട്. എല്ലാ മീഡിയകളിലും ന്യൂസ് വന്നിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ ഗുഡ് ന്യൂസ് ആയിട്ട് എന്തെങ്കിലും കിട്ടാൻ സാധ്യത ഉണ്ടോ? ഒരുപാട് പേര് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ചെറുതും വലുതായിട്ടുള്ള സഹായങ്ങൾ ഇങ്ങനെ എല്ലാവരും ചെയ്യുന്നുണ്ട്. നമുക്ക് എത്ര ഒരു ഉറുപ്പിയാണെന്നുണ്ടെങ്കിലും അത് നമുക്ക് ഈ സാഹചര്യത്തിൽ അത് വലിയൊരു എമൗണ്ട് തന്നെയാണ്. അതെ, കേരളത്തിൽ നമ്മുടെ എനിക്ക് തോന്നുന്നത് 3 കോടിയോളം ജനങ്ങൾ ഉണ്ട് എന്നാണ് അല്ലേ? 3 കോടി. നമ്മളൊക്കെ തുച്ഛമായ പൈസ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു 18 കോടി ആവാൻ ഒരു പണിയില്ല. കാരണം ഞാൻ മുമ്പ് പറഞ്ഞു, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ 4-5 മാസം മാർച്ച് 10-ാം തീയതി തുടങ്ങിയ പിന്തുണയായിരുന്നു. 4 മാസം ഞാൻ അത്രയും ഇടങ്ങേറായിട്ട് ഉണ്ടാക്കിയ ഒരു ചാനലിൻ്റെ ആദ്യത്തെ വരുമാനം ഞാൻ അറിഞ്ഞു ആ 18 കോടിയുടെ ആ കുട്ടിന് മുഹമ്മദ് മോൻ്റെ ഇതിലോട്ട് ഗൂഗിൾ പേ അയച്ച ആളാണ് ഞാൻ. എൻ്റെ കാര്യം ഞാൻ പുകഴ്ത്തി പറയല്ല, കാരണം അത്രയും എന്താ പറയുക, അത്രയും സങ്കടമുള്ളൊരു കാര്യങ്ങളാണ് ഇത്. 4 മാസം എന്ന് പറഞ്ഞൊരു ഒരു ഇതില്ലാതെ ഒന്നും, കാരണം അത്രയും വലിയൊരു ദുരിതത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഭയങ്കര സങ്കടത്തിലാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെല്ലാവരും.
ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും പൈസ എടുക്കണമെന്നുണ്ടാവില്ല, പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് ഇതിൽ വ്യൂസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ വ്യൂസ് എനിക്ക് തോന്നുന്നത് ഈ യൂട്യൂബ് ചാനലിൻ്റെ വരുമാനം കിട്ടുന്നത് 24-ാം തീയതി, പക്ഷേ 24-ാം തീയതിക്കൊന്നും ഞാൻ വെയിറ്റ് ചെയ്യണില്ല. ഇതിൽ കിട്ടുന്ന എത്ര ഡോളറാണോ കാണിക്കുന്നത് വെച്ചെങ്കിൽ അത് ഞാൻ ഇവിടെ കൊടുക്കുന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരികയാണ്. അതിൻ്റെ കൊടുക്കണതിൻ്റെ ഒരു വീഡിയോ റീച്ച് ആവണതിൻ്റെ കാര്യം മൊത്തം ഞാനൊരു വീഡിയോയിൽ നിങ്ങൾക്ക് അറിയിച്ചു തരുകയും ചെയ്യും. എന്തായാലും നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരും പ്രാർത്ഥന വേണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിൻ്റെ അക്കൗണ്ട് നമ്പർ കാര്യങ്ങൾ, ഒറിജിനൽ അക്കൗണ്ട് നമ്പർ, ഒരുപാട് ഫേക്ക് നേരത്തെ നൗഫലും ടീംസൊക്കെ പറയുന്ന പോലെ ഫേക്ക് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ ID നമ്പർ എന്തൊക്കെയാണെന്ന് വെച്ചെങ്കിൽ അത് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ മുമ്പിൽ വെക്കാം. അപ്പോൾ പരമാവധി എല്ലാവരും 100 രൂപയാണെങ്കിൽ 100 രൂപ നിങ്ങളെ കൊണ്ട് ആവുന്നത് എല്ലാവരും കഴിയുന്നതും സമയം കളയാതെ എവിടുന്നെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ പൊന്നു മോനാണ് ഇമ്രാൻ മോന് എന്നുള്ള നിലയ്ക്ക് എല്ലാവരും സഹായിക്കുന്നുള്ളൊരു തോന്നലുണ്ട്. ആ തോന്നൽ എന്തായാലും സത്യമാവട്ടെ എന്ന് അറിയിക്കുകയാണ്. നാളെ എനിക്കാണോ നിങ്ങൾക്കാണോ ഒരുപാട് പ്രശ്നങ്ങൾ വരികയെന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനൊരു മീഡിയയുടെ മുമ്പിൽ നമുക്ക് ആർക്കാണ് വന്ന് നിൽക്കാനെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും പരമാവധി എല്ലാവരും സഹായിക്കണം. എല്ലാവരോടും സഹായിക്കണം. താഴ്മയോടെ അപേക്ഷിക്കുകയാണ്, സഹായിക്കണം. താങ്ക് യു.